നിങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് മാനസിക സംഘർഷത്തിലാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ മാനസിക സംഘർഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ശോഭന ആ സ്റ്റേജിലുണ്ടായിരുന്നു. അവർ സ്റ്റേജിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ടതോടെ ചില പ്രത്യേക വിഭാഗക്കാർക്ക്, അതായത് ഫാസിസ്റ്റ് വിരുദ്ധർക്ക് കുരുപൊട്ടി. സ്റ്റേജിൽ വെച്ച് പ്രധാനമന്ത്രിയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നല്ല രണ്ട് വാക്ക് പറഞ്ഞ ശോഭനയെ ഇപ്പോൾ ചില പ്രത്യേക പാർട്ടിക്കാർക്കും പ്രത്യേക വിഭാഗത്തിനും കണ്ടുകൂടാതായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് പതിവാണല്ലോ. ഈ കുരുപൊട്ടൽ എങ്ങനെ മാറ്റാമെന്ന് ആഴത്തിൽ ചിന്തിച്ചവർക്ക് സ്ഥിരമെന്ന പോലെ പ്രതിവിധി കിട്ടി. സോഷ്യൽ മീഡിയയിൽ വലിച്ചുവാരി പോസ്റ്റുകളിടുക, ശോഭനയെ അപമാനിക്കുക. ശോഭനയെ കയറി നടിയാണോ? മണിച്ചിത്രത്താഴക്ക് എന്ത് മോശം സിനിമയാണ്. മണിച്ചിത്രത്താഴ് ശോഭനയെ അഭിനയിച്ചേക്കാൻ എത്ര ഭംഗിയായിട്ടാണ് അതിനെ തമിഴ് വേഷനിൽ ജ്യോതിക അഭിനയിച്ചിരിക്കുന്നത് എന്നൊക്കെയായി ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ. ഇതിൽ വളരെ വ്യത്യസ്തമായ ഒരു കരച്ചിൽ, അയ്യോ ഇനി എന്നെ കാണുമ്പം ആരും ശോഭന എന്ന് വിളിക്കല്ലേ എന്ന് വളരെ പ്രശസ്തയായ ഒരു പുരോഗമനിസ്റ്റ് പോസ്റ്റിൽ തള്ളിയത്. എന്തു തന്നെയായാലും 2024 ആദ്യത്തെ റോക്കറ്റായിട്ട് പ്രസ്തുത വ്യക്തി എയറിൽ കറങ്ങുന്നുണ്ട്. വൈറലാവാൻ വേണ്ടി ഇട്ട പോസ്റ്റ് എയറിലായ അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. പ്രസ്തുത വ്യക്തിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരാളും ഇനി കാണുമ്പോൾ ശോഭനയെപ്പോലെയുണ്ട് കാണാൻ എന്ന് പറയരുത്. 2 കൂപ്പുകൈ, 2 ഇതുകൂടെ കൂട്ടിയിട്ടാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. പോസ്റ്റ് കണ്ട് സുഹൃത്തുക്കളായിരുന്നവർ പോലും വാരി അലക്കുന്ന ദൃശ്യമാണ് പിന്നീട് കണ്ടത്. എന്തുതന്നെയായാലും പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ വളരെ രസകരമാണ്. നമുക്ക് അജിത്ത് കരുണൻ ഒരു മീം ഇട്ടിട്ടുണ്ട്. അത് പ്രകാരം കറക്റ്റ് ശോഭന തന്നെയാണ്. പുള്ളിക്കാരി പറഞ്ഞ പോസ്റ്റിനോട് നീതി പുലർത്തുന്ന ഒരു മീമാണ് ഇട്ടേക്കുന്നത്. മുദ്രയിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ വ്യത്യാസമാണ് അതിനകത്ത് ഏതാണ് ശോഭന എന്നുള്ളത്. ഈ PB മാഹിൻ ഈരാറ്റുപേട്ട, അയ്യേ വായിച്ചിട്ട് തന്നെ എന്തോ പോലെ തന്നെപ്പോലുള്ള ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്. അത് കറക്റ്റാണ്. അതുപോലുള്ള ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്. പ്രദീപ് കൃഷ്ണ ആ പറഞ്ഞവൻ്റെ നമ്പർ എന്തെങ്കിലും തന്നേ. കുറേ ആൾക്കാർ ചോദിക്കണ്ട. ആ പറഞ്ഞ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്കും അങ്ങനെ പറഞ്ഞ ആളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഹരികൃഷ്ണൻ പഞ്ചിക്കാട്, ഇവളെ കണ്ടിട്ട് ശോഭന എന്നൊക്കെ പറയാൻ ഇതിന് മാത്രം കണ്ണുപൊട്ടന്മാരോ ഈ കേരളത്തിൽ? ഉണ്ട് ബ്രോ, ഇതിന് മാത്രം കണ്ണുപൊട്ടന്മാർ ഈ കേരളത്തിലുണ്ട്, കാണുന്നില്ലേ? പ്രവീൺ വിളക്കത്ര, ഈ മോന്ത കണ്ട് ശോഭനയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞവരെ സമ്മതിക്കാൻ തന്നെ വേണം. ചിലപ്പോൾ ഒരു പക്ഷേ സിനിമാടി ശോഭന ആയിരിക്കില്ല ആളുകൾ പറഞ്ഞിരിക്കുക, വേറെ എത്രയോ ശോഭനമാരുണ്ട് നാട്ടിൽ, അവരെ വല്ലവരും ആവും. ശോഭനയോ? ആരാണങ്ങനെ പറഞ്ഞു പോകാൻ? മുഖത്ത് നോക്കി കളിയാക്കിയാൽ പോലും മനസ്സിലാവില്ലേ വിഡ്ഡി? അശ്വിൻ ഉണ്ണികൃഷ്ണൻ. കണ്ണൻ നായർ കൊട്ടുയിലാകം, വായിക്കാൻ കിട്ടില്ല, എന്താട്ടെ. ഇനി സംഗി സോഫനയുടെ അഭിനയം നമ്മൾ ബഹിഷ്കരിക്കും. സ്ഥിരമായിട്ട് അങ്ങനെയാണല്ലോ ബഹിഷ്കരണമാണല്ലോ നടക്കുന്നത്. ആരെങ്കിലും എൻ്റെ BJPൻ്റെ സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും നല്ലൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ബഹിഷ്കരിക്കണം. റീമ ജോയ്, ശോഭനയെ പോലെ ഇല്ലല്ലോ. പുള്ളിക്കാർ തിരിച്ചു മറിച്ച് നോക്കിയിട്ടുണ്ട്, എവിടെയെങ്കിലും ശോഭനേൻ്റെ ഒരു സാദൃശ്യം കിട്ടുമെന്ന്. നെവർ. ശങ്കർ ശശി, അതിനങ്ങനെ ആര് പണഞ്ഞു? അതിന് അഖിൽ ഗൗരി ശങ്കരൻ കൊടുത്ത മറുപടി സ്വയം പറയുന്നു. സ്വയം പറഞ്ഞാൽ പോരെ. അജിത് കുമാർ, ഇത് ശോഭന അറിയണ്ട, പാവം ഹൃദയം പൊട്ടി മരിക്കും. ജിനി ഷേപ്പിൻ്റെ ഒരു മീമുണ്ട്, ഇന്ന് മുതൽ കണ്ടോക്ക്. അമൽ MFWA, മമ്മൂട്ടി വെൽഫെയർ അസോസിയേഷൻ, അതാണ് MFWA. ഇവനെ കാണാൻ ശോഭനയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഡാഷുകളുടെ പേര് സ്റ്റാമ്പ് എന്തോ. കമൻറ്റ് വായിച്ചോ. ഹരികൃഷ്ണൻ പനമണ്ണ, അത് പോട്ടെ, മറ്റേ ജെൻഡറാണ് സാധനം, ഓരോരുത്തരുണ്ട. അർജുൻ ചകർത്തറ എന്ന വ്യക്തി, പാവം പുള്ളി അത് ശോഭനയുടെ പ്രൊഫൈലാണെന്ന് എഴുതിയിട്ടാണ് വന്നത്. അതിൽ അല്ലെന്ന് മനസ്സിലായാൽ പുള്ളിക്കാരന് സങ്കടമുണ്ട്. വിച്ച് ഈഷ് KN വട്ടക്കര, ശോഭന കേൾക്കണ്ട, ഇയാളവിടെ കിടക്കുന്നു, അവരവിടെ കിടക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ ശോഭനയെ പോലെ ഒരു നടി ഇനി ജനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഗവല്ലി അഭിനയം കണ്ട് ജൂറി ദേശീയ പുരസ്കാരം അവർക്ക് കൊടുത്തത്. ഈ ദേശീയ പുരസ്കാരമൊക്കെ ഇപ്പം ചില പ്രത്യേക ആൾക്കാർക്ക് പുച്ഛമുള്ള സാധനമാണല്ലോ, കിട്ടാത്തത് കൊണ്ട് തന്നെ. അമ്മു ആരിൻ്റെ കമൻറ്റ്, ഏത് കണ്ണുപൊട്ടനാണ് അങ്ങനെ പറഞ്ഞത്? അതിനെ കൊടുത്തൊരു മീം ഇട്ടിട്ടുണ്ട്, ശോഭന മറ്റേ വെട്ടിക്കൊല്ലുന്ന മീം. പ്രജീഷ് പ്രജീൻ്റെ കമൻറ്റാണ് രസകരം. ഹേ പ്രഭു യേ ക്യാ അവരാത് ഹേ ഹും ഹാ. സുഷ്മിത S, എന്നാലും ഇവർക്കിതെങ്ങനെ ഇത്ര ഉളുപ്പില്ലാതെ പറയാൻ തോന്നി? മറ്റു സിനിമാ നടികളുടെ കൂടെ പോലും ശോഭനയുടെ സൗന്ദര്യത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നിങ്ങൾ, കഷ്ടം തന്നെ.
അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഈ ചേച്ചിക്ക് ശോഭനയുടെ അതേ ഷേപ്പാണുള്ളത്. അനു രാജേഷ്, ശോഭന മാം, നിങ്ങൾ എന്തിനാണ് ശീതൾ ശ്യാം എന്ന് പേര് മാറ്റിയത്? ചോട്ടിൽ ഉർവശീൻ്റെ പടവും. ഇത് ഉർവശി ഫാൻസ് കളിച്ചതാണ്, മനഃപൂർവ്വം കളിച്ചതാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിദ്യാപ്രദീപ്, അങ്ങനെ ആരാണ് പറഞ്ഞ സഹോദരി? അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് നിങ്ങളെ പറ്റിച്ചതാണ്, സഹതാപം. ഐശ്വര്യ ഗർ GR, ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കണം നിങ്ങൾ. പിന്നെ ഒരു പ്രേതത്തിൻ്റെ പടം. രാഷ്ട്രീയവും വ്യക്തി താല്പര്യങ്ങളും അവനവൻ്റെ ഇഷ്ടവും കാഴ്ചപ്പാടുമാണെന്ന് ബോധത്തോടെ ചിന്തിക്കൂ. പിന്നെ ഒരു കൈകൂപ്പൽ. പിന്നെ പോസ്റ്റിന് റീച്ച് ഉണ്ടാക്കാനാണോ നിങ്ങളെ കാണാൻ ശോഭനെ പോലെ ഉണ്ടെന്ന് ആരാണ്ടോ പറഞ്ഞെന്ന് പറയുന്നത്? കൊള്ളാം ചേച്ചി. ശരത് കുമാർ പറഞ്ഞിട്ടുണ്ട്, ഏതോ കമ്മി പറഞ്ഞ് പറ്റിച്ചതാണ്. അനൂപ് ഗോർക്ക്, ഏത് കണ്ണുപൊട്ടനാണ് ഇവൻ്റെ മുഖത്ത് നോക്കി ഇമ്മാതിരി നുണ പടച്ചു വിട്ടത്? നടി ശോഭന എന്നാവില്ല, വല്ല വാർക്കപ്പണി ശോഭന എന്നാവും. ഇപ്പോൾ ഈ കമൻറ്റിന് മുകളിൽ ആൾക്കാർ കടിച്ചു തൂങ്ങിയിട്ട് വാർക്കപ്പണിക്കാരെ അപമാനിച്ചു, മറ്റതാക്കി അതാക്കി എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ശോഭനേനെ ഈ പുള്ളിക്കാരി അപമാനിച്ചതിൻ്റെ അത്രയും വരില്ല എന്തായാലും ഇത്. ശ്രീജിത്ത് പന്തളം ഫേമസാ. ഏത് ഭാഗത്ത് നോക്കിയിട്ടാണ് നിങ്ങളെ കണ്ടിട്ട് ശോഭനയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്? അത്രയ്ക്ക് അന്ധനായ ഏത് മണ്ടനാണുള്ളത്? അറിയില്ല ചേട്ടാ. ഇവിടുത്തെ പിന്നെ ഉള്ള കമൻറ്റ് വിഷ്ണു പ്രഭു തനൂർ, ഇജാതി വാണത്തിനൊക്കെ ഡാഷ്. നമ്മുടെ മറ്റേ പുരോഗമന സേട്ടൻ്റെ ഫോട്ടോയുണ്ട്. സത്യം പറയുന്നവൻ, അവൻ സത്യം മാത്രമേ പറയുള്ളൂ. ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നു മുതൽ ശോഭന മോശക്കാരിയാണല്ലോ അല്ലേ? കഷ്ടം. 2 കൂപ്പുകൈ. ഇത്രയും വെറുപ്പിൻ്റെ രാഷ്ട്രീയവും പകയുടെ രാഷ്ട്രീയമാണ് വലിയ പുരോഗമനവാദികൾ എന്ന് സ്വയം നടിക്കുന്നവരിലെല്ലാം ഉള്ളത്. അന്തം കമ്മികളേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് കേട്ടോ. എന്തായാലും നരേന്ദ്രമോദി ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾ ആ നന്ദി വേണ്ട. പക്ഷേ ഇത്രയും തരം താഴുത് 4 കമ്മികളെ കൂടെ നിർത്താൻ. പൊളി. സൽമാൻ, ആരുടെ ഇതിനെയൊക്കെ ശോഭനയെ പോലെ എന്ന് പറഞ്ഞത്? 2024 ആദ്യത്തെ സീരീസ് കോമഡി. ഞാൻ ആദ്യം പറഞ്ഞത് 2024 ആദ്യത്തെ റോക്കറ്റായി മാറിയിരിക്കുകയാണ് പോസ്റ്റ് മാനി. സിജേഷ് സുരേഷ് ഇട്ടേക്കുന്ന കമൻറ്റ് മൊത്തം ഞാൻ വായിക്കില്ല. ഏത് ഭാഗം കണ്ടാണാവോ ഡാഷ് മൈ അതന്നെ. സത്യദേവ്, അതിന് നിന്നെ കാണാൻ ഷക്കീലയുടെ ലുക്ക് പോലും ഇല്ലല്ലോ, പിന്നെ അല്ലേ ശോഭന? ഷക്കീലയ്ക്ക് എന്താണ് ബ്രോ കുഴപ്പം? ഷക്കീല ഒടുക്കത്തെ ഗ്ലാമറല്ലേ? നോക്ക് പഴയ ഫോട്ടോ. രാമൻ രമ്യ, ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് പോസ്റ്റ് മൂഞ്ചിയതായി പ്രഖ്യാപിക്കുന്നു. പോസ്റ്റ് എപ്പോഴേ മൂഞ്ചിയിട്ടുണ്ട്, എന്നാലും പ്രത്യേക ഒരു ജീവിയുടെ തൊലിക്കെട്ടി ഉള്ളതുകൊണ്ട്. സജിമോൻ ചൂരമല, എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ഇയാളെ കാണും തിലകനെ പോലെ ഉണ്ട്. അത് ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. തിലകനുമായിട്ട് സാദൃശ്യമുണ്ട്, സാമ്യതയുണ്ട്. അനീഷ് ബെന്നി, ശീതൾ ഉള്ള വില കളയരുത് കേട്ടോ, കൊള്ളാം. ഇതന്നെ നമുക്കും പറയാനുള്ളത്. അർജുൻ കൃഷ്ണ, അതിന് ശോഭനയ്ക്ക് ഇല്ല, അതന്നെ വായിക്കാൻ പറ്റില്ല അങ്ങനെ ഇട്ടേക്കണേ. മുഹമ്മദ് ഇബ്നു ഹംസ, ആരാ പറഞ്ഞേ അവനെങ്ങോട്ട് വിളിച്ചിട്ട് വാ? ഇത് കുറേ ആൾക്കാർ പറയണ്ട പറഞ്ഞതിനെ വിളിച്ചിട്ടാണ്. എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞ ആരാ അവരെ ഒന്ന് കാണണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത്രയും ഇപ്പം ഞാനിതാണ്ട് 2 മാസം മുന്നേ കന്നഡ വാങ്ങിച്ച്, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, കന്നഡ വാങ്ങിച്ച് ഞാൻ നല്ല ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യാം അവരെ. സജീവ് ബഷീർ, ശോഭനയ്ക്ക് അങ്ങനെ തന്നെ വേണം, പാവ ശോഭന. ലളിത ഗിരീഷ് കുമാർ, ശോഭന ഇതെങ്ങാനും കണ്ട മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, ഷുവറായിട്ടും കൊടുക്കും. ജെഡി പുൽപ്പറമ്പിൽ, ചില ആംഗിളിൽ ശരിയാണ്, കറക്റ്റാണ്, സപ്പോർട്ട്. ആത്മാവിൻ്റെ തോഴൻ പറഞ്ഞ കമനുണ്ട്. ഒരു കുറുക്കൻ നടന്നു പോണ പടമുണ്ട്. അതിന് ശോഭനയുടെ തന്ത നിൻ്റെ അമ്മയുടെ അടുത്ത് വരാൻ ചാൻസ് ഇല്ലല്ലോ, കാരണം അങ്ങേരി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ടൈപ്പല്ല. ജസ്റ്റ് വായിച്ചെന്നേ ഉള്ളൂ കേട്ടോ, അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചേക്കേണ്ട. ലൈജു എസ്, അങ്ങനെ പറയുന്നവരെ ആദ്യം കണ്ണാശുപത്രി കൊണ്ടുപോയി കണ്ണൊന്ന് ചെക്ക് ചെയ്യണം. റൈറ്റ് ബ്രോ. ഗോകുൽദാസ് കണിക, ആരോ പറ്റിച്ചാണ് പാവത്തിനെ. എല്ലാവരും ഇതാണ് പറയുന്നത്, ശീതളെ ആരോ പറ്റിച്ചാണ് നിങ്ങളെ. ബോംബോളി പാത്തു, ഏതോ ഫേക്ക് അടിയാണേ, പക്ഷേ പറഞ്ഞ അല്ല വേണ്ട. റാംജി റാവു ന്യൂ കിടിലൻ കമൻറ്റായിട്ട് വന്നിട്ടുണ്ട്. ഡാഷാണ്. ആ പറഞ്ഞവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയ കമൻറ്റുകൾ അവനോട് പറയൂ, അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കാൻ. അവർ പറയും അന്ന് വാഴ വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് തുടച്ചാൽ മതിയായിരുന്നു. ശങ്കർ മഹാദേവ്, ഹലോ MX കുത്ത്, അങ്ങനെ വിളിക്കണമെന്നാണ്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെ ആക്കിയതാണ്, അല്ലെങ്കിൽ പറഞ്ഞ ആളൊരു കണ്ണുപൊട്ടനായിരിക്കും. പാവത്തിന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങളാരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കണം. രാഷ്ട്രീയവും വ്യക്തി താല്പര്യങ്ങളും അവനവൻ്റെ ഇഷ്ടവും കാഴ്ചപ്പാടുമാണെന്ന് ബോധത്തോടെ ചിന്തിക്കൂ. അതല്ലെങ്കിൽ സൗന്ദര്യത്തിലും ബുദ്ധിയിലും നിങ്ങളെ പരാജയപ്പെടുത്തും. നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു കമൻറ്റാണ്. മഞ്ജു ജയകൃഷ്ണൻ, ശോഭന എന്ന് തന്നെയല്ലേ, മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. സത്യം പറയാലോ, കളിയാക്കലും മനസ്സിലായില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്. കറക്റ്റാണ്. മുരളീധരൻ്റെ കമൻറ്റ് ഉണ്ട് കേട്ടോ, ഒരു ഫോട്ടോ കൂടി ഇട്ടത്. കാരണം ശോഭനയെ പോലെ ഉണ്ട് എന്ന് കാണിക്കണമല്ലോ.
ആരാണ് അങ്ങനെ വിളിച്ചത് കണ്ടിട്ട് തന്നെ കാര്യം. പൂതന എന്നാവും പറഞ്ഞത്. ചേട്ടൻ കേട്ടതിൻ്റെയാണ്. ചാതി കമൻറ്റുകളാണ്. സുരേഷ് കുമാർ ഈ ഫോട്ടോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ശോഭന, ഇവരെയാണ് ഉദ്ദേശിച്ചെങ്കിൽ താങ്കളെ ആരോ കാര്യമായി പറ്റിച്ചതാണ്. റാംജിറാവ് വീണ്ടും കമൻ്റ് ഇട്ടിട്ടുണ്ട്, താനും വൈബ്രേറ്ററുമായും ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാണ്. രമ്യ നായർ, ഇത് ശോഭനയുടെ പ്രൊഫൈലല്ലായിരുന്നോ? സോറി, ശീതൾ ശ്യാമിൻ്റെ പ്രൊഫൈലായിരുന്നില്ലേ? പലരും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്, ഇത് ശോഭനയുടെ പ്രൊഫൈലാണോ ശീതൾ ശ്യാമിൻ്റെ പ്രൊഫൈലാണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്. ഈ കമൻറ്റൊക്കെ വായിക്കുമ്പം എന്നോട് ചിലപ്പോൾ നിങ്ങൾ ചിലർക്ക് ദേഷ്യം തോന്നുമായിരിക്കും. ഇത് ഞാനായിട്ടിട്ട കമൻ്റ് അല്ല, പുള്ളിക്കാരി ചോദിച്ചു വാങ്ങിയ കമൻറ്റാണ്.